കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, തെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ട്, തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടാതെ അല്ല, തെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ട് ആ തെറ്റിൽ നിന്ന് നീ മാറി നിന്നാൽ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജിൻ വ ഉംറ, 1000 ഹജ്ജും ഉംറയും ചെയ്യുന്നതിനേക്കാൾ നിനക്കതാണ് ഏറ്റവും ഖൈർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ കൊണ്ടുവരുന്നത് കാണാം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ചെറുപ്പക്കാരെ അതിന് നന്നായുള്ള ഈമാൻ തന്നെ വേണം. നിസ്കരിക്കാൻ അന്യമതക്കാരും നിസ്കരിക്കുന്നുണ്ട്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനി, സയന്റിസ്റ്റ് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചു. എന്താണ് ക്യാൻസറിന് മരുന്ന്? അയാൾക്ക് വലിയ സ്ഥാനം കിട്ടി. അയാളോടുള്ള സ്വീകരണ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് മരുന്ന് കണ്ടുപിടിച്ചത്? അയാൾ പറഞ്ഞു, ദിവസത്തിൽ ഇത്ര സമയം ഫാസ്റ്റിംഗ് നടത്തുക, പട്ടിണി കിടക്കുക. അപ്പോൾ അവന്റെ ശരീരത്തിലുള്ള പഴയ കീടങ്ങളെല്ലാം, പഴയ കൃമികളും അണുക്കളും നശിക്കുന്നു. കുറെ നേരം കഴിഞ്ഞ് വീണ്ടും അയാൾ ഭക്ഷണം കഴിക്കുമ്പോ പുതിയ പുതിയ അണുക്കളെല്ലാം സൃഷ്ടിയാകുന്നു, പഴയത് നാശമാകുന്നു, രോഗം അതോടെ മാറുന്നു. ഇത് പറഞ്ഞത് നോമ്പിനെ പറ്റിയാണ്. ഒരു മനുഷ്യൻ 13 മണിക്കൂർ നോമ്പ് പിടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലുള്ള കേടായതെല്ലാം നശിക്കുന്നു. തുടർന്ന് മഗ്‌രിബിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോ പുതിയ അണുക്കൾ സൃഷ്ടിയാകുന്നു. നോമ്പ് സാധാരണ എല്ലാരും നോക്കാറുണ്ട്, നോമ്പുകൾ സാധാരണ നോക്കുന്നവരുണ്ട്. ഖുർആനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തുന്നത് മുസ്ലിമീങ്ങളെക്കാളും മറ്റു മതക്കാരാണ്. നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഏഷ്യകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നന്നായി ഇസ്ലാമിന്റെ പുറത്തുള്ളവർ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നിസ്കാരങ്ങളും നോമ്പുകളൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കൂലി ഉണ്ടെന്നല്ല, അതൊക്കെ എല്ലാവർക്കും ചെയ്യാനാവും. മുഅ്മിനാണോ, സത്യവിശ്വാസിയാണോ, അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് ഒരാളെ ദുനിയാവിൽ തന്നെ തിരിച്ചറിയാനുള്ള മാർഗം തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി